ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു 3-4 മാസത്തെ മുട്ടി നിൽക്കുന്ന ആഗ്രഹം ഞാൻ സഫലമാക്കിയ ഒരു ഡേ ആയിരുന്നു എന്ന്. അതായത് പറശ്ശിനി പോക്കാണ് മെയിൻ. ഞാൻ വീട്ടിൽ നിന്ന്, അതായത് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും ശരി എനിക്ക് പറശ്ശിനിക്ക് പോകണം എന്നുള്ളത്. അതെന്തോ ഭാഗ്യത്തിന് നടന്നു കിട്ടി. ഒരു 4:30 ഞാൻ എഴുന്നേറ്റായിരുന്നു. പക്ഷേ എങ്കിൽ കുളിക്കാനൊക്കെ കയറുമ്പോഴത്തേക്കും 5:15 കാരണം അതുവരെ ഞാൻ ഉലാത്തി. പിന്നെ ഒരു ബക്കറ പിടിച്ച കളിയാനും സെറ്റും മുണ്ടേനും ഉടുത്തത് ഫസ്റ്റ് ടൈമായിരുന്നു ഉടുക്കുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതും പെർഫെക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എങ്ങനെയല്ലോ 6 മണിക്ക് ഇറങ്ങേണ്ട ഞാൻ 6:30ക്കാണ് ഇറങ്ങുന്നത്. അച്ഛനായിരുന്നു കൊണ്ടുവിട്ടുന്നത്. പിന്നെ ബസ് അന്നേരം തന്നെ കിട്ടിയോണ്ട് ചാടിക്കയറി വടേരെത്തി. വടേരക്കൊക്കെ എന്ത് മാറ്റാണ് ഗൈസ്, ഭയങ്കരമായിട്ട് അങ്ങ് മാറിപ്പോയിക്കും വടേര. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. നമ്മളില്ലാത്തത് കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് മാറ്റങ്ങളൊക്കെ സംഭവിച്ച്. പിന്നെ അവിടെ പോയിരുന്ന് ചായ കുടിക്കുമ്പോഴത്തേക്കും പിള്ളേരെത്തി. അതിനകത്താകെ ഒരെണ്ണത്തിന് മാത്രമേ നിങ്ങൾക്ക് അറിയാണ്ടുള്ളൂ, അതാണ് എൻ്റെ ദൃശ്. ബാക്കി എല്ലാത്തിനെയും എൻ്റെ കഴിഞ്ഞ വീഡിയോസ് 2 കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ട്രെയിൻ ലേറ്റ് ആയിരുന്നു ഗൈസ്. അവർ 8:20 ട്രെയിൻ എല്ലാം കൂടെ എത്തുമ്പോഴത്തേക്കും 8:45 സംതിങ് അങ്ങനെ ആക്കി. പിന്നെ അതിനകത്ത് കയറിയിരുന്ന് നമുക്ക് കയറിയപ്പം തന്നെ സീറ്റ് കിട്ടിയിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കാണുന്നതല്ലേ, നമ്മളെല്ലാവരും പല വഴിക്കായതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്ന സമയത്ത് നമുക്ക് പബ്ലിക്കിലാണ് ഇരിക്കുന്നതെന്നോ ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരുടെ ശ്രദ്ധിക്കുക അതൊന്നൊരു വിചാരം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എന്തെല്ലോ ഭയമെന്ന് പറയുന്നുണ്ട്. അടുത്ത് നിൽക്കുന്ന ഒരു അച്ചാച്ചനെ നമ്മളവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടാളിഞ്ഞ്. അങ്ങനത്തെ കുറച്ച് കുറുമ്പത്തരം നമ്മൾ കാണിച്ച്. പിന്നെ ട്രെയിൻ ഇറങ്ങി കണ്ണൂരിലായിരുന്നു ഇറങ്ങിയത്. ആടുന്ന് അപ്പുറത്തെ സൈഡ് പോയിട്ട് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണ്ണൂരിൽ സ്റ്റാൻഡിലെത്തി. ആടുന്ന് വേണമല്ലോ നമുക്ക് പറശ്ശിനിയിലേക്ക് ബസ് കയറാൻ. അപ്പോൾ ആടുന്ന് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരം നടന്ന്, കുറച്ചല്ല കേട്ടോ, കുറച്ചധികം നടന്നേക്ക്. പിന്നെ ആടുന്ന് പറശ്ശിനിക്ക് ബസ് കയറി. എന്താ ചൂട് ഗൈസ്, എടുത്തിട്ട് കുളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി. കുളിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വെറുതെ പോയി. അമ്മാതിരി ചൂടായിരുന്നു. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരുന്നു. സെറ്റും കൊണ്ടൊന്നും ഉടുക്കണ്ടെന്നല്ല തോന്നിപ്പോയി. അതിലും നല്ലത് വല്ല ചുരിദാറോ ഇട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ സന്തോഷം. നടക്കാനും പറ്റുന്നില്ല, ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിക്കിനും. പക്ഷെ നമ്മളൊരാഗ്രഹേനും സെറ്റ് മുണ്ടിട്ടിട്ട് പറശ്ശിനിക്ക് പോകണമെന്ന് അങ്ങ് നടന്നു കിട്ടി. പിന്നെ കുറേ നേരം എനിക്ക് വന്നത് മടുത്തു പോയിക്ക് പറശ്ശിനിക്ക്, അതായത് കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ മടുത്തു പോയി. കാരണം അത്രയും ഇരുന്ന് പോയിക്ക്, ക്ഷീണം പിടിച്ചു പോയി. പിന്നെ എങ്ങനെയല്ലോ പറശ്ശിനിക്ക് എത്തിയപ്പോഴത്തേക്ക് സീനങ്ങ് മാറി. അതുവരെയുള്ള ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചന്ദനമൊക്കെ തൊട്ടത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദനം തൊട്ടിടണമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമ്മൾ നെറ്റിയൊക്കെ കാണിച്ചെടുത്ത് ഒരു ചന്ദനം തൊട്ട് പൈസ എല്ലാം വാങ്ങി. അതും കഴിഞ്ഞ് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുമ്പം പിന്നെ നമ്മളെ കണ്ണ് ഇങ്ങനെ നമ്മളെങ്ങനെ പിടിച്ച് വലിക്കും അങ്ങോട്ടേക്ക്, കാന്തത്തുമ്മൽ വലിക്കുന്ന പോലെയാണ്. ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. സെറ്റ് മറ്റേ കുപ്പിവളയും നമുക്കിഷ്ടപ്പെട്ട കുറച്ചൊക്കെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആക്കി കളി അങ്ങോട്ടേക്ക്. പിന്നെ പറശ്ശിൻ്റെ ഉള്ളിൽ കയറി, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഫസ്റ്റ് തന്നെ തൊഴാനൊന്നുമല്ല നിന്ന് ഗൈസ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഫോക്കസ് ആക്കിയത് വൻപയറും തേങ്ങയുടെ കഷ്ണവും. ഗൈസ് മസ്റ്റായിട്ട് നിങ്ങൾ അവിടെ വന്നാൽ കഴിക്കേണ്ട 2 സാധനങ്ങളാണ് ഈ വൻപയറും തേങ്ങ കഷ്ണവും. അതുപോലെ തന്നെ ചോറും അവിടുത്തെ ഫുഡും കഴിക്കണം, മസ്റ്റായിട്ട് കഴിക്കണം ഗൈസ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. അതൊരു മൊഹബത്ത് എന്ന് തന്നെ പറയാം. കാരണം അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷേ അത് പറഞ്ഞിട്ട് തരില്ല. നമുക്ക് അവിടെ എത്തിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങളത് പോയി കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അവിടുന്ന് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വയറെന്ന് നിറഞ്ഞതിന് ശേഷമാണ് മുത്തപ്പനെ കാണാൻ കയറിയത്. കാലൊക്കെ കഴുകി അപ്പുറം പോയിട്ട് അവിടെ വെള്ളത്തിൽ കാലൊക്കെ കഴുകി നല്ല ശുദ്ധിയായിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി. ഉള്ളിൽ കയറി വെക്കുമ്പോൾ ഗൈസ് തൊഴാനാവുക. 2 വർത്താനം പറയണമെന്നുണ്ടായിരുന്നു മുത്തപ്പനോട്. ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ മുത്തപ്പനോട്. ഒന്നും പറയാനൊന്നും പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു. എങ്ങനെയല്ലോ ഉന്തിത്തള്ളി അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് സലാം പറഞ്ഞ് 2 കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷെ സമ്മതിച്ചില്ല. തിരക്കായതുകൊണ്ട് ഇങ്ങ് പോകുന്നു. അമ്പലവും കണ്ട് എല്ലാം ചുറ്റി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫോട്ടോഷൂട്ട് നടത്തണമല്ലോ. ഫോട്ടോഷൂട്ടിന് അത് മാത്രമല്ല ഗൈസ്, വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറി തൊഴുന്ന നേരത്തെ മുത്തപ്പനോട് പറയുന്നതിൻ്റെ കൂടുതൽ ഞാൻ എനിക്ക് എൻ്റെ ചെരുപ്പാരും കൊണ്ടുപോവല്ലേ, എൻ്റെ പുതിയ ചെരുപ്പാണ് മുത്തപ്പ, ചെരുപ്പാരും കൊണ്ടുപോവല്ലേ, അതിനൊന്ന് കാത്തേക്കണേ. പുതിയ ചെരുപ്പായിരുന്നു ഗൈസ്, കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാനാവില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താൻ പോയപ്പം നടക്കുന്നില്ല, ഫോട്ടോ എടുക്കാനാവുന്നില്ല. അപ്പം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം വന്ന് നോക്കുമ്പം ഫുഡിൻ്റെ ക്യൂ ആണ് ഗൈസ്. ചെയ്ത് ബോയ്സിന് അല്ലെ ആണുങ്ങൾക്ക് ഒരു സീനുമില്ല, നൈസായിട്ട് ഒലിക്ക് കയറി പോവാം. പക്ഷേങ്കിൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര സീനായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇത് അവിടെ കണ്ടൊരു പട്ടികള കേട്ടോ. പട്ടികളെ അവിടുത്തെ പട്ടികളെ പറശ്ശിനിയുള്ള പട്ടികളെ നമ്മളൊന്നും ചെയ്യില്ല.
ആരും ചെയ്യാനായിട്ട് സമ്മതിക്കുകയില്ല, അതിന് അവർ ഉപദ്രവിക്കുകയില്ല നമ്മളെ. നല്ല നല്ല ഒതുക്കമൊക്കെ ഉള്ള ടീംസാണ് അവിടുത്തേത്. നമ്മളൊന്നും ചെയ്യില്ല. പറശ്ശിനിയിൽ പട്ടികൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ തിരക്ക്, ഫുഡിൻ്റെ തിരക്ക് നിങ്ങൾ ഈ കണ്ടല്ലോ, ഓരോ തലകൾ നോക്കിയാൽ മതി, ഇതൊക്കെ ക്യൂകളാണ്. എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറോളം നമ്മൾ ആ ക്യൂവിൽ നിന്ന് എങ്ങനെയല്ലോ നിന്ന് ഫുഡ് കിട്ടി ഗൈസ്. ഈ ഫുഡ്, ഈ ചോറും രണ്ട് കറികളേ ഉള്ളൂ, സാമ്പാറും മോര് കറിയും. പക്ഷേ ഗൈസ് അത് വേറെ തന്നെ ഒരു ഫീലാട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചോറ് കിട്ടുമ്പോഴത്തേക്കും നമ്മളെല്ലാം മറക്കും. അത്രക്കും ടേസ്റ്റാണ്. എനിക്ക് അതിനകത്തുനിന്ന് പച്ചക്കറി ഐറ്റംസ് ഉണ്ടാവാം, പക്ഷേ എനിക്ക് അതിനകത്ത് ആകെ കിട്ടിയത് ഈ കായ് മാത്രം. പക്ഷേ നമുക്ക് വെജിറ്റബിൾസ് ഒന്നും വേണ്ട, ആ ചാറ് മാത്രം കിട്ടിയാൽ മതി. ചോറും ഈ രണ്ട് കറിക്കൂട്ടങ്ങളും മാത്രം. എന്ത് ടേസ്റ്റാണ് ഗൈസേ. ഇപ്പോൾ പോലും എനിക്കിപ്പോൾ കിട്ടിയ ഞാനിപ്പോൾ കഴിച്ചു അവിടുന്ന്. നമ്മളെ വീട്ടിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും നമുക്കിത് രണ്ടെണ്ണം മാത്രമാണെങ്കിൽ ടേസ്റ്റ് ഇതിനാണ് ഉള്ളത് ഗൈസ്. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് പോയിട്ടൊന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ വേർത്ത് കുളിച്ച് ചോറൊക്കെ കഴിച്ച് വയറ് നിറച്ച് പിന്നെയാണ് ഗൈസ് നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനം, അൺഎക്സ്പെക്റ്റഡായി നമ്മളെ പ്ലാനിങ്ങിലില്ലാത്തൊരു സാധനം പിന്നീടുള്ളിൽ കയറി. അത് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എവിടത്തേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാനിങ്ങിലില്ലാത്തൊരു സാധനം. കള്ളിഷാപ്പിൽ ഫാമിലിക്കെല്ലാം പോകാൻ പറ്റുന്നതായിരുന്നു ഗൈസ്. അവിടുത്തെ കപ്പയും താറാവ് റോസ്റ്റും അടിപൊളിയാണ് ഗൈസ്, അടിപൊളി, മസ്റ്റ് ട്രൈ സാധനം. നല്ല രസമുണ്ടായിരുന്നു. നല്ല മഴയും, ഇതൊക്കെ കഴിക്കുന്നതായിരുന്നു. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് എന്തായി, നമ്മൾ ട്രെയിനങ്ങ് മിസ്സായി. ട്രെയിനിൻ്റെ വഴിക്ക് ടാറ്റ ബൈ പറഞ്ഞു പോയി. നമ്മളവിടെ കുടുങ്ങി. 4 മണിൻ്റെ ട്രെയിന് പിന്നെ മിസ്സായി. മൊത്തത്തിൽ നമ്മളെ പ്ലാനങ്ങ് മാറി. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കളിച്ചിട്ട് അങ്ങോട്ട് എത്തിയത്. പിന്നെയുള്ള പണിയാണിത്. ആയിരുന്നു ഗൈസ് കയറുമ്പോഴുള്ള അവസ്ഥ. പിന്നെ ബസ് പ്ലാന് മുഴുവൻ മാറിയോണ്ട് ബസ്സൊക്കെ എങ്ങനെയല്ലോ ഒരു 4 ബസ് കയറിയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. അവസാനം വീട്ടിലെത്തി. പിന്നെ എല്ലാവരെയും വിളിച്ച് ചോദിച്ച് എല്ലാവരും വീട്ടിൽ സേഫായിട്ട് എത്തിക്കും. കാരണം നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. വെയിറ്റ് ചെയ്യൂ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം തേജ. ബൈ ഗൈസ്.